മലപ്പുറത്തെ നിപ തന്നെയാണ് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. വലിയ ജാഗ്രത, ഒപ്പം തന്നെ കർശനമായ നിയന്ത്രണങ്ങളൊക്കെ അവിടെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ആ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന പരിശോധനയ്ക്ക് കൊടുത്ത 7 പേരുടെയും ഫലം നെഗറ്റീവാണ് എന്നത് വലിയൊരു ആശ്വാസം നമുക്ക് നൽകുന്നുണ്ട്. 2 പഞ്ചായത്തുകളിലാണ് കടുത്ത നിയന്ത്രണമുള്ളത്. പാണ്ടിക്കാട് ഒപ്പം തന്നെ ആനക്കയം പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണം തുടരുന്നു. +1 അലോട്ട്മെന്റ് കർശന നിയന്ത്രണങ്ങളോടെ നടത്താനാണ് മലപ്പുറത്ത് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. സ്വാലിഹാണ് മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നിപ സാഹചര്യം എങ്ങനെയാണ് മലപ്പുറത്ത് എന്ന് പരിശോധിക്കാം. സ്വാലി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതീവ ജാഗ്രതയിലാണ് മുന്നോട്ട് പോകുന്നത്. നിപ എന്ന വലിയൊരു മഹാമാരിയെ പിടിച്ചുകെട്ടാനുള്ള യത്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ആശ്വാസം നമുക്ക് വന്നത് 7 പരിശോധനാ ഫലം സമ്പർക്ക പട്ടികയിലുള്ളവരുടെ നെഗറ്റീവാണ് എന്നതാണ്. ഈ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരുടെയൊക്കെ ആരോഗ്യനിലയൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുകയാണോ? എന്താണ് ഡോക്ടർമാരും ആരോഗ്യ വകുപ്പും പറയുന്നത്? മനു, നിലവിൽ 103 പേരാണ് ഈ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 7 പേർക്കാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പനികളോ അതല്ലെങ്കിൽ മറ്റു രോഗങ്ങളുടെ ലക്ഷണമോ ഒക്കെ ഉണ്ടായിരുന്നത് 7 പേർക്കാണ്. ഇതിൽ ഒരാൾ 68 വയസ്സുകാരനാണ്. ഈ കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമില്ലാത്ത ഒരാൾ കൂടിയായിരുന്നു. ഇവരുടെ എല്ലാം പരിശോധനാ ഫലമാണ് ഇന്നലെ വൈകിട്ട് ലഭിച്ചത്. ഇത് നെഗറ്റീവാണ്. അത് വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. ഇവരെ വീണ്ടും ഒരു പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കും. 14 ദിവസം കഴിഞ്ഞ് മറ്റൊരു പരിശോധന കൂടി നടത്തുമെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കും ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങളില്ല. ഈ 2 പഞ്ചായത്തുകളിൽ ആരോഗ്യവകുപ്പ് മുഴുവൻ വീടുകളിലും കയറി സർവേ നടത്തുന്നുണ്ട്. ഇത് 2 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള പനിയോ മറ്റോ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സർവേ നടത്തുന്നത്. ഒരു തരത്തിലും ഈ രോഗത്തിൻ്റെ ഉറവിടം എവിടെയെന്ന് ഏതാണ്ട് ഒരു കൃത്യത വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിൽ മറ്റാർക്കും അസുഖമില്ലെന്ന്, നിപ ബാധിതരല്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമം ആരോഗ്യവകുപ്പ് നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് ഈ 2 പഞ്ചായത്തിലെ കടുത്ത നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. ഹോട്ടലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തിയേറ്ററുകളുമൊക്കെ അടച്ചിട്ടിരിക്കുന്നു. 10 മണി മുതൽ 5 മണി വരെയാണ് കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇന്ന് +1 അലോട്ട്മെൻ്റ് ഉണ്ട്. അത് നിയന്ത്രണങ്ങളോടെ തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സാമൂഹ്യ അകലം പാലിച്ച് മാസ്ക് ധരിച്ച് എത്തണമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ കൂടി സഹായത്തിലായിരിക്കും 3 സ്കൂളുകളിലാണ്, ഈ 2 പഞ്ചായത്തുകളിലെ 3 സ്കൂളുകളിലാണ് ഇന്ന് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അത് നിശ്ചയിച്ചിരുന്ന പോലെ തന്നെ നടക്കും എന്നുകൂടി ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്ത് തന്നെയാണ് പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തുന്നതും. മനു, സ്വാലി, ഇതിനിടയിൽ ചില പ്രചരണങ്ങൾ കണ്ടു. ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നൊരു ഒരു വാർത്ത പോലത്തെ ഒരു പ്രചരണം. അതായത് ഈ പറയുന്ന ആളുകളുമായിട്ടൊന്നും, ഈ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആളുകൾക്ക് നിപയുടെ ലക്ഷണങ്ങൾ കണ്ടു എന്ന തരത്തിലൊക്കെ ചില പ്രചരണങ്ങൾ കണ്ടു. എന്താണ് വസ്തുത? കാരണം ഇതിനിടയിൽ ഈ തെറ്റിദ്ധാരണ പരത്തുന്നവരെ കൂടി ഒഴിവാക്കി നിർത്തണമല്ലോ. ഈ വൈറസിനെ മാത്രമല്ല, അങ്ങനെയുള്ളവരെ കൂടി പ്രതിരോധിക്കേണ്ട അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ. മനു, ഈ മരിച്ച കുട്ടിയുടെ ഏതാണ്ട് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാൾക്കാണ് ഇത്തരത്തിൽ നിപ്പയുടെ ലക്ഷണങ്ങൾ കണ്ടത്. അത് മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ അയാൾക്കുണ്ടായിരുന്നു. 68 വയസ്സായിരുന്നു പ്രായം. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഉച്ചയോടെ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ കേരളത്തിൽ നടത്തിയ 2 പരിശോധനയിലും ഇയാളുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവാണ്. അതുകൂടി ഉൾപ്പെടുത്തിയാണ് ഈ 7 പേർ ഇന്നലത്തെ പരിശോധനാ ഫലം നമുക്ക് ലഭിക്കുന്നത്. അത് വലിയൊരു ആശ്വാസമായിരുന്നു. കുട്ടിയുമായി നേരിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം അവിടെയാണ്. അതായത് ഒരാൾക്ക് അത്തരത്തിൽ മഞ്ഞപ്പിത്തത്തിൻ്റെയും പനിയുടെയും ഒക്കെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ പരിശോധനാ ഫലം അടക്കം നെഗറ്റീവായി നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് നിപയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്നത്. തീർച്ചയായും മനു, പക്ഷേ അത് വലിയൊരു ആശങ്ക ഇന്നലെ ഉച്ചയ്ക്കൊക്കെ മലപ്പുറത്ത് നിലനിന്നിരുന്നു. ആരോഗ്യവകുപ്പ് അധികൃതർക്കെല്ലാം വലിയൊരു ആശങ്ക ഈ വിഷയത്തിലുണ്ടായിരുന്നു. ഈ നേരിട്ട് സമ്പർക്കമില്ലാത്ത ഒരാൾക്ക് ഈ ലക്ഷണങ്ങൾ കാണുക എന്നത്, അങ്ങനെയെങ്കിൽ വീണ്ടും മറ്റൊരു റൂട്ട് മാപ്പ് തയ്യാറാക്കേണ്ടി വരും, മറ്റൊരു ഹോട്ട്സ്പോട്ട് ഉണ്ടെന്ന് സംശയിക്കേണ്ടി വരും. അതുകൊണ്ട് വലിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അത് ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ ട്രൂനാറ്റ് ഫലം വന്നപ്പോഴാണ് നമുക്ക് ഒഴിവാവുന്നത്. അത് വലിയൊരു ആശ്വാസമായിരുന്നു. ആരോഗ്യവകുപ്പ് അധികൃതർ
അധികൃതരെയൊക്കെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ഇയാൾ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അത് മറ്റ് രോഗങ്ങളാണ്, മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ്. 68 വയസ്സ് ഇയാൾക്ക് പ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ നിപ്പ പോലുള്ള സ്ഥിരീകരിക്കുകയാണെങ്കിൽ വലിയ റിസ്ക് ഉണ്ടാവുമായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഒഴിവായിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളത് ഇത്രയും പേരാണ്. ആർക്കും തന്നെ നിപ്പ പോസിറ്റീവ് അല്ല എന്നത് തന്നെയാണ് ആശ്വാസം. ഓക്കെ, താങ്ക് യു സ്വാലിഹ് നൽകുന്ന വാർത്ത ഏറെ ആശ്വാസകരമാണ്. ഇന്നലെ പരിശോധനാ ഫലം വന്ന 7 പേരുടെയും ഫലം നെഗറ്റീവാണ് എന്നത് നമുക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. അവർക്ക് ഈ സമ്പർക്ക പട്ടികയിൽ, ഹൈറിസ്ക് പട്ടികയിലുള്ള മനുഷ്യരാണ്. അവരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവ് ആയിരിക്കുന്നത്. അതിൽ തന്നെ ഒരാൾക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെയും പനിയുടെയും ഒക്കെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ കൂടി പരിശോധനാ ഫലം ഈ നെഗറ്റീവ് റിസൾട്ടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് കൂടുതൽ ആശ്വാസം നമുക്ക് നൽകുന്നുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വരുന്ന വ്യാജ പ്രചരണങ്ങളിൽ ഒന്നും ആരും പോയി വീഴരുത്. സർക്കാർ സംവിധാനങ്ങൾ പറയുന്ന, മാധ്യമങ്ങളിലൂടെ നൽകുന്ന, അറിയിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഈ മഹാമാരിയെ നേരിടാൻ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അങ്ങനെ ഒരുമിച്ച് നിന്ന് പോരാടി ഇതിനെ മറികടന്ന് വന്ന ഒരു വലിയ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്.